ഇന്ത്യ ഇനി ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യം മാത്രമായി നിൽക്കില്ല. ഇനി ഇന്ത്യ ടെക്നോളജി സ്വന്തമാക്കുകയും സ്വന്തമായി സിസ്റ്റങ്ങൾ നിർമ്മിക്കുകയും ലോകത്തെ തന്നെ നയിക്കുകയും ചെയ്യുന്ന ശക്തിയായി മാറുകയാണ്. ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം എന്താണെന്ന് അറിയാമോ? ഇന്ത്യ ഇപ്പോൾ ദക്ഷിണ കൊറിയയുമായി ചേർന്ന് മിസൈൽ സിസ്റ്റങ്ങൾ വരെ ഡെവലപ്പ് ചെയ്യാൻ ഒരുങ്ങുകയാണ്. അതെ, വലിയ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് ലോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു സാധാരണ ഡിഫൻസ് മീറ്റിംഗിനെ കുറിച്ചല്ല. ഇന്ത്യയുടെ ഭാവി സൈനിക ശക്തി എങ്ങനെ മാറാൻ പോകുന്നു എന്നതിന്റെ ഒരു വലിയ സൂചനയെക്കുറിച്ചാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റ് ലീ ജെ-മിങ്ങും തമ്മിൽ ന്യൂഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ നിരവധി നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടുവെന്ന വലിയ വാർത്ത പുറത്തു വരികയാണ്. ഈ ചർച്ചയിൽ സാധാരണ കരാറുകൾ മാത്രമല്ല ഉണ്ടായിരുന്നത്, മറിച്ച് മിസൈൽ സിസ്റ്റങ്ങൾ, എയർ ഡിഫൻസ് ടെക്നോളജികൾ, അടുത്ത തലമുറ ആയുധങ്ങൾ എന്നിവ ചേർന്ന് വികസിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുകയാണെന്ന വലിയ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. ഈ നീക്കത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യ ഇനി വാങ്ങുന്ന രാജ്യമായി മാത്രം നിലനിൽക്കാതെ ഡെവലപ്പറായി മാറുകയാണെന്നതാണ്. അതായത് ടെക്നോളജി ട്രാൻസ്ഫറും ജോയിന്റ് ഡിസൈനും ഇന്ത്യയിൽ തന്നെ നിർമ്മാണവും ഒരുമിച്ച് തന്നെ നടക്കും. ഇത് ഇന്ത്യയുടെ ഡിഫൻസ് സ്ട്രാറ്റജിയിൽ വലിയ മാറ്റം കൊണ്ടുവരുന്ന ഒരു വലിയ ഘട്ടം തന്നെയാണ്. ഇതോടൊപ്പം കൊറിയ ഇന്ത്യ ഡിഫൻസ് ആക്സിലറേറ്റർ എന്ന പുതിയ സംരംഭവും ഇരു രാജ്യങ്ങളും പരിഗണിക്കുന്നു. ഈ പദ്ധതി വഴി ഡിഫൻസ് സ്റ്റാർട്ടപ്പുകൾക്ക് പിന്തുണ ലഭിക്കുകയും ഭാവിയിൽ ഡ്രോണുകൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ആയുധങ്ങൾ, അഡ്വാൻസ്ഡ് മിസൈൽ സിസ്റ്റങ്ങൾ എന്നിവ ഇന്ത്യയിൽ തന്നെ വികസിപ്പിക്കാൻ സാധിക്കും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഈ മീറ്റിംഗ് നടന്നത് ഒരു സാധാരണ സമയത്തല്ല. വെസ്റ്റ് ഏഷ്യയിലെ സംഘർഷാവസ്ഥയും ഉത്തര കൊറിയയുടെ മിസൈൽ പരീക്ഷണങ്ങളും പ്രദേശത്ത് ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയും ദക്ഷിണ കൊറിയയും അവരുടെ സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്താൻ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ്. ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പുതിയതല്ല. K9 വജ്ര എന്ന സ്വയം സഞ്ചരിക്കുന്ന തോക്കുകൾ ഇതിനകം ഇന്ത്യൻ സൈന്യത്തിന്റെ പ്രധാന ഭാഗമാണ്. ദക്ഷിണ കൊറിയയുടെ K9 തണ്ടർ അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ നിർമ്മിച്ച ഈ സംവിധാനത്തിൽ ആദ്യഘട്ടത്തിൽ 2017 100 യൂണിറ്റുകൾ വാങ്ങിയിരുന്നു. തുടർന്ന് 2024 വീണ്ടും 100 യൂണിറ്റുകൾക്കായി കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. ഇപ്പോൾ മൂന്നാം ഘട്ടം കൂടി പരിഗണനയിലാണെന്ന വലിയ വാർത്തയും പുറത്തേക്ക് വരികയാണ്. ഈ പദ്ധതികളെല്ലാം ഇന്ത്യയിൽ തന്നെ നിർമ്മാണം ഉറപ്പാക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. ഇന്ത്യൻ കമ്പനികൾക്ക് ഇതിലൂടെ വലിയ അവസരങ്ങളാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ലാർസൺ ആൻഡ് ടൂബ്രോ പോലെയുള്ള കമ്പനികൾ കൊറിയൻ ടെക്നോളജിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിലൂടെ നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ ശേഷി വളരുമെന്നതും നിസ്സംശയം പറയാം. ഇത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനോടൊപ്പം ഇന്ത്യൻ വ്യവസായ രംഗത്തും വലിയ ശക്തി തന്നെയാകും നൽകുക. ഡിഫൻസ് മേഖലയ്ക്ക് പുറമെ വ്യാപാര രംഗത്തും ഇന്ത്യയും ദക്ഷിണ കൊറിയയും വലിയ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം $27 ബില്യൺ ആയിട്ടുള്ള വ്യാപാരം 2030 $50 ബില്യൺ ഉയർത്തുകയാണ് ലക്ഷ്യം. ഈ വളർച്ച ഇന്ത്യയുടെ സാമ്പത്തിക ശക്തിയെ കൂടുതൽ ഉയർത്താൻ സഹായിക്കുമെന്നതും നിസ്സംശയം പറയാൻ കഴിയും. സെപ്പ എന്ന കോംപ്രിഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് അഗ്രിമെന്റ് അപ്ഗ്രേഡ് ചെയ്ത് സെപ്പ 2.0 ആയി മാറ്റാനുള്ള പദ്ധതികളും പുരോഗമിക്കുകയാണ്. ഇതിലൂടെ ഇൻവെസ്റ്റ്മെന്റുകളും സർവീസ് എക്സ്പോർട്ടുകളും വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട്. മറൈൻ മേഖലയിലും ഇരു രാജ്യങ്ങളും കൈകോർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനാണ് പദ്ധതിയിടുന്നത്. ഷിപ്പ് ബിൽഡിംഗ്, പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ, ഗ്രീൻ ഷിപ്പുകൾ എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ദക്ഷിണ ഇന്ത്യയിൽ ഒരു വലിയ ഷിപ്പ്യാർഡ് നിർമ്മിക്കാൻ പദ്ധതിയുമുണ്ട്. ഇവിടെ കൊറിയയുടെ ടെക്നോളജിയും ഇന്ത്യയുടെ ഉൽപാദന ശേഷിയും ഒരുമിച്ച് പ്രവർത്തിക്കും. ഇത് ഇന്ത്യയെ ഭാവിയിൽ ഒരു ഗ്ലോബൽ ഷിപ്പ് ബിൽഡർ ആക്കി മാറ്റാൻ, അല്ലെങ്കിൽ ഒരു ഷിപ്പ് ബിൽഡിംഗ് ഹബ് ആക്കി മാറ്റാൻ നമ്മുടെ രാജ്യത്തെ സഹായിക്കുമെന്നതും ഒരു സംശയവും കൂടാതെ പറയാൻ സാധിക്കും. എന്തായാലും ഇന്ത്യ ഉയർച്ചയുടെ കൊടുമുടി തന്നെയാണ് താണ്ടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെപ്പോലുള്ള രാജ്യസ്നേഹികൾക്ക് ഇത് അഭിമാന നിമിഷമാണെന്നതും വ്യക്തം.